ഹായ് കൂട്ടുകാരെ, എല്ലാവരോടും സ്നേഹം നിറഞ്ഞ ഈദ് മുബാറക്ക്. നാളെ ഇപ്പം പെരുന്നാളാണല്ലോ, അപ്പം കൃഷിയൊന്നുമില്ല. ഞാൻ സാധാരണ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന മുറ്റത്ത് നിന്ന് പൂക്കളം മുന്നിന്നൊക്കെ പറഞ്ഞോണ്ടല്ലേ. പെരുന്നാളാണല്ലോ നാളെ. ഇപ്പം പെരുന്നാൾ എന്ന് പറഞ്ഞാൽ തന്നെ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കൽ തന്നെയാണ്. അപ്പോൾ അടുക്കളയിൽ നിന്നാവട്ടെ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നതെന്ന് വിചാരിച്ചു. ഇപ്പം ഒരുക്കങ്ങളാണ്, പെരുന്നാളിൻ്റെ ഒരുക്കങ്ങൾ രാത്രിയേ തുടങ്ങണം. നോമ്പ് തുറന്നതിന് ശേഷം നിസ്കാരം കഴിഞ്ഞാൽ അടുക്കളയ്ക്ക് ഇറങ്ങി നാളത്തേക്കുള്ള ഒരുക്കങ്ങളാണ്. അപ്പം ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നാളെ പുറത്തൊക്കെ ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ ഒരുക്കുക ഞങ്ങൾ. നാളത്തെ ബിരിയാണിക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. കുറേ മെഷീനുകളൊക്കെ മക്കൾ ഇങ്ങനെ സ്പോൺസർ ചെയ്തതാണല്ലോ, അതിൽ നിന്നാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൽ എണ്ണ കുറച്ച് മതി, എണ്ണൻ്റെ അളവൊക്കെ കുറച്ചിട്ടുള്ള ബിരിയാണി. അപ്പോൾ നമുക്ക് ഷുഗറും പ്രഷർ രോഗികൾക്കൊക്കെ സമാധാനത്തിൽ കഴിക്കാമല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരുങ്ങുക. ഉള്ളി അരിയുന്ന് അതിൻ്റെ കൂട്ടൊക്കെ റെഡിയാക്കുന്നത്. ഇവർ ഇങ്ങൊക്കെ ഞാൻ കാണിച്ചു തരാമല്ലോ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് ഞങ്ങളെ വയനാട് സ്പെഷ്യൽ ബിരിയാണി. വരി നമുക്ക് നോക്കാം. നമ്മൾ അടുക്കളയിലില്ല മെയിൻ താരം ഇയാളാണ്, എയർ ഫ്രയർ. ഇതിൻ്റെ ഗുണം ഞാൻ അനുഭവിച്ച് നോക്കുമ്പോൾ, ഉപയോഗിച്ച് നോക്കുമ്പോൾ പറയണ്ട. എല്ലാം നമുക്കിപ്പോൾ ഇതിലായാൽ ചിക്കൻ പൊരിക്കുന്നതിലുണ്ടല്ലോ, അതിന് ഒരു തുള്ളി എണ്ണ എടുക്കുന്നില്ല. എല്ലാ മസാലയും ചേർത്തിട്ട് ഇതിലങ്ങ് ഇട്ട് കഴിഞ്ഞിട്ട് ടൈമൊക്കെ അഡ്ജസ്റ്റ് ആക്കി ഇങ്ങ് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ സമയം കഴിയുമ്പോൾ ടിക് എന്നുള്ളൊരൊച്ച വരും. അതങ്ങ് തുറന്ന് നോക്കുക, സൂപ്പർ ടേസ്റ്റിലുള്ള ചിക്കൻ പൊരിച്ചത്. ഇതിൽ ഞാൻ ഉള്ളി വെച്ചിട്ടുണ്ട് വാട്ടാൻ കേട്ടോ. എന്താ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ തുറക്കാം, ഈ ഭാഗമൊക്കെ പിടിക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ കാണിച്ചു തരാം. എന്താ എണ്ണ ഇല്ലാണ്ട് വെക്കുന്നത്. തിരിച്ച് നമുക്ക് ഇവിടെ തന്നെ ഇടാം. എന്താ വറവ് ശരിയായി വരുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ, റെഡിയാക്കി വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഉള്ളി കാണിച്ചു തന്നല്ലോ, ഉള്ളി കുറച്ചും കൂടി ഉണ്ട്. ചിക്കൻ ബിരിയാണിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം ചിക്കൻ ബിരിയാണിക്ക് താരം ചിക്കൻ തന്നെയാണ്. അപ്പോൾ ചിക്കൻ ഞങ്ങൾ പൊരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് പൊരിക്കുന്നത് എയർ ഫ്രൈയിൽ വെച്ചിട്ടാണ്, എണ്ണ അല്ലാണ്ട്. അപ്പം അതിന് കുറച്ച് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാനുണ്ട് ചിക്കന്. ഒരു ഭാഗത്ത് ഉള്ളി അവിടെ വാടുന്നുണ്ട്, അത് കഴിയുമ്പോഴത്തേക്ക് ചിക്കൻ ഇടണം പൊരിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അതിന് എന്തൊക്കെയാണ് അതിൻ്റെ സാധനങ്ങൾ എന്നുള്ളത് പറഞ്ഞു തരാം. ഇതിപ്പോൾ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൊത്തത്തിൽ എടുക്കുന്നില്ല, അത് വേറെ ആവശ്യത്തിനും കൂടി ഉള്ളതാണ്. അത് ഇതിലേക്ക് ഇട്ടു. പിന്നെ വേണ്ടത് കുരുമുളക്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കുറച്ച് പേർക്ക് ഉണ്ടാക്കുന്ന പോലെ അല്ല കേട്ടോ ഈ ഫുഡ് ഉണ്ടാക്കുന്നത്, കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. പെരുന്നാളാണ്, എല്ലാവരും വരുമല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര അധികം ഉണ്ടാക്കുന്നത്. പിന്നെ കറിവേപ്പില. ഇതാണ് ടേസ്റ്റ് കൊടുക്കുന്നത്. മല്ലിച്ചപ്പ് കേട്ടോ, മല്ലിച്ചപ്പ്. ഇനി ഞാൻ ഇടുന്നത് ഇതാ മുളക് എന്ന് പറഞ്ഞാൽ കാശ്മീരി മുളക്. ഇതാ അതിൻ്റെ കളറ് കണ്ടാൽ ഞെട്ടു. എല്ലാവരും എടുക്കുന്നുണ്ട്. ഇത്ര മതി, കാരണം അതിൽ കുറേ വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് മുളകൊക്കെ ഇട്ടല്ലോ, അതുകൊണ്ടാണ്. കാശ്മീരി മുളകിന് എരിവില്ലാന്ന് പറഞ്ഞേക്കാം, എന്നാലും എരിവ് കുറച്ചൊക്കെ ഉണ്ടാവും. ഇനി ഉപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഓരോന്ന് വീണ് പോകുന്നുണ്ട്. മഞ്ഞൾ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് എന്താ അറിയോ, ഇതാ നാരങ്ങ നീര്. ഇതൊക്കെ പുതിയ പഠിത്തം. എൻ്റെ മോനെ എല്ലാം പ്രാക്ടീസ് ചെയ്ത ആളാണ്. ഞാൻ സാധാരണ നാടൻ ബിരിയാണിയിൽ ഉണ്ടാക്കുന്നത്. മക്കൾക്ക് ഇപ്പം ഒക്കെ മോഡലായി വന്നിട്ട് നോക്കുമ്പോൾ നല്ല ടേസ്റ്റും എനിക്ക് ഉണ്ടാക്കി തന്നു നോക്കുമ്പോൾ ഞാൻ അറിയുന്നത് ദുബായിലൊക്കെ പോയി വന്ന് നോക്കുമ്പോൾ അവിടെ നിന്നെല്ലാം പഠിച്ച് വന്നിട്ടേ നന്നായിട്ടുണ്ടാക്കും. അപ്പം ഞാനും അത് പഠിച്ചു. എന്താ ഇത് നാരങ്ങ നീര്. ഇങ്ങനെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടോ, അറിയാം അതിൻ്റെ ടേസ്റ്റിൻ്റെ വ്യത്യാസം. ഇത് ചിക്കന് പുരട്ടാൻ ഇങ്ങനെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന മസാല. ഇപ്പം ഇത് നമ്മളാരെങ്കിലും ഇങ്ങനെ ചെയ്യലുണ്ടായിരുന്നോ? ഇനി ഇതെല്ലാം നന്നായിട്ട് അങ്ങോട്ട് നൈസായിട്ട് ഇങ്ങനെ അരക്കും. ഇതിന് ഞാൻ 2 ചെറുനാരങ്ങ ഇട്ടു കേട്ടോ. അതിൻ്റെ എടുത്ത് മാറ്റണേ, കാരണം ഞാൻ ശ്രദ്ധിച്ചോണ്ടിട്ടത്. വീണത് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ കയ്പുണ്ടാവും. അതുകൊണ്ടാണ്. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ.
മിക്സിയിൽ കറക്കിയിട്ട് കണ്ടോ നൈസായിട്ട്. ഇനി ഞാൻ ചിക്കനിലൊന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ. ചിക്കൻ കൊണ്ട് ഇതാ കണ്ടോ, എവിടെയും ഒരു തരി പോലും ഇല്ല, നന്നായിട്ട് അങ്ങ് അരഞ്ഞ് കിട്ടി. ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്ത് ഇനി ഇതിലേക്ക് ഇടുന്നു. കുറച്ചൊരു പോച്ചിലൊക്കെ ഉണ്ടാവും. നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ കേട്ടോ. ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ എയർ ഫ്രയറിലിട്ടിട്ടാണല്ലോ ഇത് പൊരിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് തിന്നാൻ നല്ല ടേസ്റ്റാണ്. ബിരിയാണി കിട്ടില്ലെങ്കിൽ അപ്പാട് തിന്നാൻ നല്ല രസമാണ്, നല്ലൊരു ടേസ്റ്റ് വരും. അധികം സമയം എടുക്കൂല. ഇപ്പോൾ നമുക്ക് ഗ്യാസിന് പ്രയാസമുള്ളൊരു സമയമാണല്ലോ ഇപ്പോൾ. ഈ സമയത്താണ് ഇങ്ങനെയുള്ള ആയുധങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കണ്ട. നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി. ഇത് നല്ല സ്മെല്ലറിയാം, നല്ല സൂപ്പർ ടേസ്റ്റി, നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഞാനിത് പൊരിക്കട്ടെ കേട്ടോ. ഞാൻ ഉള്ളിപ്പതിൽ വറുത്തെടുത്തു എയർ ഫ്രയറിൽ. ഇനി അടുത്തത് ഞാൻ ചിക്കൻ ഇതിലിട്ടോ കേട്ടോ. ഇതാ എൻ്റെ ഉള്ളൊക്കെ നോക്ക് ഇങ്ങനെയാ. എനിക്കിതൊക്കെ ഒതുമാതിരിയാ. ഞാൻ പഠിച്ചു നോക്കുമ്പോൾ അത് ഇപ്പം എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആദ്യമേ വാങ്ങിയിരുന്നു, അത്ര ഉപകാരമുണ്ട്. ഇതാ ഞാൻ ഇത്രയും എടുത്തു, ഇതിൽ ഇത്രയും ബാക്കിയുണ്ട്, അടുത്ത റൗണ്ടിൽ ഇടാം. അപ്പം ഞാൻ ഈ ഇടത് കൈ കൊണ്ടാണ് ഞാൻ ഇടുന്നത്, കാരണം കൈ ഇതാ ഇട്ട് കഴിഞ്ഞു. 200 ഡിഗ്രിയിൽ 20 മിനിറ്റ് എടുത്താൽ നല്ല സൂപ്പറായിട്ടുണ്ടാവും. കാണിച്ചു തരും കേട്ടോ. ഞാൻ അവസാനത്തെ ട്രിപ്പ് ഇതാ റെഡിയായി കഴിഞ്ഞു. ഇതാ ഇതിലേക്ക് ഇടട്ടെ. ഇതിന് അടിയിൽ കുറച്ചൊരു നീരുണ്ടാവും അടിയിൽ, അത് നമുക്ക് ഉള്ളിയിലിട്ടിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കുക. അത് നല്ല ടേസ്റ്റുള്ള നീരാണ്, അതുകൊണ്ടാണ്. ഇതെന്താ അറിയാമോ, ഉള്ളിയും ഇതിലേക്ക് വാട്ടിയെടുത്തല്ലോ, പിന്നെ നമ്മൾ കോഴി ഇങ്ങനെ ഇതിൽ പൊരിച്ചതിൻ്റെ അടിയിൽ ഇങ്ങനെ കുറേ മാവ് കൂട്ടിക്കിടക്കുന്നുണ്ടാവും ലാസ്റ്റ്. അതെല്ലാം കൂടി ഇങ്ങോട്ട് എടുത്ത് കുഴച്ചെടുത്തതാണ്. കണ്ടോ, ഉള്ളിയുമായി കോഴിയായി. ഇനി ഞാൻ മസാല റെഡിയാക്കട്ടെ കേട്ടോ. തക്കാളിയൊക്കെ വാട്ടിയിട്ട് റെഡിയാക്കാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാം. അതിന് നമുക്ക് കുറച്ച് എണ്ണ ആവശ്യമുണ്ട് കേട്ടോ. പറ്റ എണ്ണ ഇല്ല എന്ന് പറഞ്ഞുകൂടാ, കുറച്ച് എണ്ണ ആവശ്യമുണ്ട്. ഞാൻ ചൂടാക്കി. ഇനി ഇതിലേക്ക് തക്കാളി ഇടട്ടെ. തക്കാളി നല്ലോണം വേവിക്കണം. ഇത് ഇട്ടിട്ട് തക്കാളി വാടി വരുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടിയുള്ള മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും ഇതിലേക്ക് അങ്ങ് ഇടും. ഈ തക്കാളി ഒന്ന് വെന്ത് നല്ലോണം ഉടഞ്ഞ് വരുമ്പോൾ നമുക്ക് മറ്റുള്ള ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതക്കി വെച്ചത് ഇടാം. അതിന് ഉപ്പ്, മുളക്, മഞ്ഞൾ എല്ലാം കാശ്മീരി അതെല്ലാം ഇടാം. ഒന്ന് ഉടയട്ടെ. ഇതാ തക്കാളി നല്ലോണം ഉടഞ്ഞിതാ. ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ചതക്കിയത്, ഇതൊക്കെ തന്നെയാണ് ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞത്. കറി നമ്മൾ വേണ്ടല്ലോ ബിരിയാണിക്ക്. ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി. നമുക്ക് ഉള്ളി വാട്ടി വെച്ചിരുന്നല്ലോ അത് ആ മെഷീൻ്റെ അകത്ത്. അപ്പം അത് കഴിഞ്ഞിട്ട് കോഴി പൊരിച്ചതിൻ്റെ ആ മസാല ലാസ്റ്റ് അതിൽ ഊറിക്ക താഴെ വീണെടുക്കുന്നത് അതും കൂടെ ചേർത്തതായത് കേട്ടോ. എന്താ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്നറിയാം. വായിൽ വെച്ച് വെക്കുമ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് മിക്സാക്കട്ടെ. ഇങ്ങനത്തെ ഒരു ബിരിയാണി നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു വെക്കേണ്ടി. ഇതിൻ്റെ ഒരു ടേസ്റ്റ് അടിപൊളിയായി നന്നായിട്ടാക്കട്ടെ. ഇതിന് മാത്രമേ കുറച്ചൊരു വെളിച്ചെണ്ണ എടുത്തുള്ളൂ. ഇതിലിപ്പം കാര്യമായിട്ട് മസാല പൊടി എന്ന് പറഞ്ഞാൽ ബിരിയാണി മസാല ഇടുന്നുണ്ട്, കുരുമുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട്. അതിന് കുറച്ച് ഇപ്പം ഞാൻ ഇതിൽ മഞ്ഞൾ പൊടിയൊക്കെ ഇടുന്നുള്ളൂ. ഇങ്ങനെ കോഴി പൊരിച്ചതിൽ ഇട്ടിട്ടുണ്ടല്ലോ, നന്നായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ ഒരു കളറിന് വേണ്ടിയിട്ട്. കാശ്മീരി ഇതാ ഒക്കെ കുറച്ചാ. ഞാൻ ഇളക്കട്ടെ. ഉപ്പ് ഞാൻ നോക്കിയിട്ടേ ഇടുന്നുള്ളൂ. എല്ലാത്തിനും കുറച്ച് ഉപ്പുണ്ട്, അതുകൊണ്ട് ഇതിൽ ഉപ്പിടുന്നില്ല. ഇനി അടുത്തത് ബിരിയാണി മസാല. അതൊക്കെ അങ്ങോട്ട് ചേരണതിൻ്റെ ഒരു ഭംഗിതാ. ഇത്ര ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് 2 കിലോ പോലും അരി വെക്കുന്നുണ്ടല്ലോ, അതിൻ്റെ മസാലയാണല്ലോ അത്.
പിന്നെ കുരുമുളക് പൊടി. ഞാനിപ്പം പൊടിച്ച് റെഡിയാക്കിയതാ, തീർന്നിരുന്നു എൻ്റെത് നല്ല ഓരോ സമയത്ത്. ഒന്ന് മിക്സ് ആക്കട്ടെ. കുരുമുളക് പൊടി ഉള്ളത് കൊണ്ട് ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി പലതും ഇനിയും വരാനുണ്ട്, തൈര് വരാനുണ്ട്, ചിക്കൻ വരാനുണ്ട്. ഇനിയാണ് ചിക്കൻ ഇടാൻ പോകുന്നത്. ഇതിലൊക്കെ മസാല മതി നമുക്കൊരു എടങ്ങായി ചോറുന്നാൻ, അത്രക്കും ടേസ്റ്റാ. ഇനി തൈര് ഒഴിക്കട്ടെ കേട്ടോ. ഈ മസാല കുറച്ചൊരു നനഞ്ഞ് നിൽക്കണ്ടേ, ഇതൊക്കെ ഉണങ്ങിയോണ്ടല്ലേ നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ മസാലയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, തിളപ്പിച്ച വെള്ളം കേട്ടോ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കുക. കുറച്ചൊന്ന്, നല്ലോണമൊന്നും വേണ്ട. ഇതൊന്ന് കണ്ടു നോക്ക്, എന്താ സൂപ്പർ. ഓ, ഇതാണ് ഞങ്ങളെ സ്പെഷ്യൽ വയനാട് ബിരിയാണി, അതിൻ്റെ മസാല. ഇനി തൈര് ഒഴിക്കാം കേട്ടോ. ഒരു പാക്കറ്റ് തൈരുണ്ട്, അതിൻ്റെ പകുതിയാണ് ഒഴിക്കുന്നത്. ഒന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ കേട്ടോ. ഇതെല്ലാം നാളത്തെ ബിരിയാണിക്കുള്ള ഒരുക്കപ്പാടാ. ഇനി രാവിലെ നെയ്ച്ചോറ് വെക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പം മസാല ഉണ്ടാക്കി അങ്ങ് വെക്കുക, പണീൻ്റെ എളുപ്പത്തിന്. എന്തെല്ലാം പണിയുണ്ട് നാളെ. ഇതെല്ലാം ചേർത്ത് ഇളക്കി ഒന്ന് ടേസ്റ്റ് വെക്കുമ്പോൾ കുറച്ചൊരു ഉപ്പ് ഇടണം തോന്നുക, എന്നാലേ ഒന്നും കൂടി ടേസ്റ്റിൽ വരുള്ളൂ. ഞാൻ കുറച്ച് ഉപ്പിടട്ടെ. ഉപ്പ് ആദ്യമേ അങ്ങ് നിറച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, കൂടിപ്പോയാൽ പിന്നെ ഒരു രക്ഷയില്ല. കുറഞ്ഞു പോയാൽ നമുക്ക് പിന്നെ ഇടാലോ. അങ്ങനെ ഇട്ട് കഴിഞ്ഞു. ഇനി ലാസ്റ്റത്തെ ഐറ്റം, പുതിന മല്ലിച്ചപ്പ്. ഹൈ ഡമ്മോ, ഇത് മണം തന്നെ മതി. ഞങ്ങൾ മൂടി വെക്കുക. അങ്ങനെ നാളത്തെ ബിരിയാണിൻ്റെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നാളെ നെയ്ച്ചോറ് വെക്കും, കൂട്ടും, റെഡിയാക്കും, എല്ലാം ഞങ്ങളെ പ്രിയപ്പെട്ടവരെ കാണിച്ചു തരും കേട്ടോ. പിന്നെ എൻ്റെ മല്ലിച്ചപ്പില്ലേ, മല്ലിച്ചപ്പിൻ്റെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അതിൻ്റെ വേരൊക്കെ അത് കൃഷിക്കാർ കുറച്ച് ബന്ധമുണ്ട്, നമുക്ക് നടട്ടോ ഉണ്ടാവും. അതുപോലെ പൊതീനൻ്റെ തണ്ട് നട്ടാലും അതും ഉണ്ടാവും. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. കൃഷി നമ്മളെ കൂടപ്പറപ്പാണല്ലോ. ഒന്ന് ഇളക്കട്ടെ, ഞങ്ങൾ അടച്ച് വെക്കട്ടെ കേട്ടോ. ഇതാണ് ഞങ്ങളെ എല്ലാം ഇതിലിട്ടതെല്ലാം ഓരോന്നോരോന്ന് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളെ കാണിച്ചു തന്നതാണ്. ഇതിലൊരു സംശയം ആർക്കും ഉണ്ടാവില്ല. ഞാൻ മൂടി വെക്കട്ടെ. ഒരു ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും ഭാരം പിടിച്ച പണി എന്ന് പറഞ്ഞാൽ മസാല ഉണ്ടാക്കുക. അതിവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, അതെല്ലാവർക്കും അറിയുന്നതാണ്. ഇങ്ങനെ മൂടി വെച്ചു. ഇനി റെഡിയായി. ഇനി നാളേക്ക് കാണട്ടെ. നമുക്ക് നാളെ ഞാൻ എന്തെല്ലാം പണിയുണ്ടോ ഒക്കെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കും. അങ്ങനെ നേരം വെളുത്തു. ഞാൻ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുക. ഇനിയിപ്പോൾ അതിനൊന്നും ഒഴിവ് കിട്ടൂല. ആരും ഇല്ലല്ലോ ഇവിടെ, ഞാനെല്ലാം പെണ്ണായിട്ട്. അങ്ങനെ അടിപൊളി ബെഡ്ഷീറ്റൊക്കെ അങ്ങ് വിരിച്ചിരട്ടെ. രാവിലെ ഒന്ന് മാറ്റിയാലേ ഇനി അടുത്ത റൂമിൻ്റെ ഇനി അടുത്ത റൂം വിരിച്ചിട്ട് ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചാക്കി ഇങ്ങനെ തൂങ്ങി നിൽക്കണം. എനിക്കിങ്ങനെ ഉള്ളിൽ കുത്തിച്ചീരുന്നൊന്നും എനിക്കിഷ്ടമല്ല. അങ്ങനെ ബെഡ്ഷീറ്റും വിരിച്ചു കഴിഞ്ഞു. അടിച്ചു വാരി ഇനി അടുക്കളയ്ക്കൊരിറക്കാം. ഇനി അടിച്ചു വാരുക. ഇതൊക്കെ എൻ്റെ പെൺകുട്ടികളാണ്, ഓരോ പെൺകുട്ടികളാണ് എല്ലാം സഹായിക്കാൻ. ഇതങ്ങ് കഴിഞ്ഞാൽ അടിച്ചു വാരി കഴിഞ്ഞ് തുടച്ച് ബെഡ്ഷീറ്റ് അങ്ങ് വിരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ അടുക്കളയിലേക്ക് പോവാലോ. കറണ്ട് വേണം, കറണ്ട് ഉണ്ടെങ്കിലേ ഈ പണി എടുക്കുള്ളൂ. രാത്രി നമ്മൾ മസാല ഉണ്ടാക്കി കാണിച്ചതാണല്ലോ. രാവിലെ ബിരിയാണി ഉണ്ടാക്കി അടിയിൽ കുറേ ഇതുണ്ട്, മേലെ കുറച്ച് സൈഡിൽ ദമ്മിടുമ്പോൾ അങ്ങനെ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി മീൻ പൊരിക്കണം,
കല്ലുമക്കായി പൊരിക്കണോ, കോഴി പൊരിക്കണോ, അപ്പം ചുടണോ, എന്തെല്ലാം പണിയുണ്ട്. ഇത് ഞങ്ങൾ മൂടി വെച്ചാൽ മതി. സൂപ്പറായിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി വേറെ ഐറ്റംസ് ഇതാ കല്ലുമക്കായി പൊരിക്കുക, ഇതാ മീൻ പൊരിക്കാൻ, കോഴി പൊരിക്കാനുള്ള കൂട്ട് റെഡിയാക്കുക. ഇതാണ് കൂട്ട്. അതിന് എന്തൊക്കെ ഇവിടെ ചേർക്കുന്നതെന്നറിയോ? പ്രധാനമായിട്ട് ഇതാ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, മല്ലിച്ചപ്പ്, പിന്നെ കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾ, ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ നൈസായി അരച്ചിട്ട് കൂട്ട് റെഡിയാക്കുക കേട്ടോ. അപ്പം ഞാൻ എല്ലാം കൂടെ ചേർത്തിട്ട് അരക്കട്ടെ. അങ്ങനെ അടിപൊളിയായിട്ട് കല്ലുമക്കായി ഇതാ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇത് ഇറക്കി വെക്കാം. ഒരു ഭാഗത്ത് മീൻ പൊരിക്കുന്ന, ഒരു ഭാഗത്ത് കല്ലുമക്കായിൻ്റെ മസാല എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ മസാലയിലേക്ക് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. മീനും ചിക്കനും അത് വേണം. പെരുന്നാളിന് കണ്ടോ എൻ്റെ പൂക്കളടുത്തേക്ക് ഫോട്ടോ എടുക്കാൻ വന്നവർ? ഒരു ഹായ് പറയാൻ എൻ്റെ കുടുംബക്കാരുണ്ട്. ഷെയറായിനോ? നീ കാണുന്നുണ്ടോ? ഒക്കെ ഹോസ്പിറ്റലിൽ വെയിലായത് കൊണ്ട് പൂക്കൾ അത്ര അങ്ങോട്ടേക്ക്. മീൻ പൊരി കഴിഞ്ഞു, കല്ലുമക്കായി പൊരിച്ചു. ഇനി ചിക്കനും കൂടി ആയിക്കഴിഞ്ഞാൽ ഒരുവിധം പണിയൊക്കെ ആവും. ഇനിയുണ്ട് പണി. അപ്പം ചുടണം. അപ്പം ചുടുക. അപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഈ ഭാഗത്തുള്ളവർക്കില്ലേ, പെരുന്നാളായാൽ അപ്പമല്ലാണ്ടാവൂല. അപ്പവും ബീഫും. നിങ്ങളാരെങ്കിലും കഴിക്കാറുണ്ടോ? നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ അയ്യേ അപ്പവും ബീഫും എന്ന് വിചാരിക്കൂലേ? എന്നാലും ഞാനും പണ്ട് ഇവിടെ വന്നപ്പം വിചാരിച്ചിരുന്നു. സൂപ്പർ രസം. നിങ്ങൾ തിന്നു നോക്കണ്ടി. അപ്പം ബീഫും അടിപൊളിയാണ്. അങ്ങനെ ഞാൻ പച്ചരി ഇതാ പൊടിച്ച് വെച്ചു. പൊടിക്കുമ്പം തന്നെ ഞാൻ ഏലം ഇട്ടിരുന്നു കേട്ടോ. ഏലം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ ഞാൻ കൃഷി ചെയ്തുണ്ടാക്കിയത്. എനിക്ക് ഏലത്തിൻ്റെ ഒരു പിഷ്കും കാട്ടണ്ട. എന്നാലും ഓവറിടാൻ പറ്റൂലല്ലോ. ഇനി വെല്ലം ഉരുക്കിപ്പാരുക. ഞാൻ ഈ കയ്യിലാണ് എടുക്കുന്നത്. കാരണം എന്താ അറിയുക, പൊട്ടൂരാൻ വളഞ്ഞു പോകൂര, അങ്ങനത്തെ കുറേ ഗുണങ്ങളുണ്ട്. നമ്മൾ വെല്ലം ഉരുക്കിപ്പാരുമ്പോൾ അരിപ്പ് ഉപയോഗിക്കണം. അല്ലെങ്കിൽ കല്ല് കടിച്ചിട്ട് അപ്പം തിന്നൂരാരും. കൂട്ടത്തിൽ നമ്മൾ കുറച്ച് മൈദ ഇടണം. മൈദയൊക്കെ ഒരളവ് എന്നുള്ള കുറച്ചങ്ങ് എടുത്ത്, അതിനൊരു പ്രത്യേക അളവൊന്നുമില്ല. പെരുന്നാളാകുമ്പോൾ പലതും ഉണ്ടാക്കുന്നത് കൊണ്ട് എല്ലാം കുറച്ച് ഉണ്ടാക്കിയിടും. പിന്നെ അതുമല്ല, നാളെ തൊട്ട് ഞങ്ങൾക്ക് വേറെ പരിപാടിയാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് മറന്നുപോയി. കുറച്ച് ഉപ്പിടണേ. ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ ഉപ്പ് നിർബന്ധ. ഉപ്പും റെഡിയായി. ഇനി ഇതങ്ങോട്ട് അരിച്ചൊഴിച്ചാൽ ഒരു ദോശമാവില്ലേ, അതിനേക്കാൾ കുറച്ച് കട്ടി കൂടണം കേട്ടോ. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരത് എല്ലാം കഴിഞ്ഞിട്ട്. കൈ കൊണ്ട് തന്നെ ഇളക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷെ കൈ എടുക്കുന്നില്ല. ചുടി വെള്ളം ഒഴിക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്. ഞാനിവിടെ അപ്പം എന്ന് പറയുന്നത് നെയ്യപ്പത്തിനാട്ടോ. അപ്പം നെയ്യപ്പമാണ് എന്നുള്ളത് ഞാൻ തിരുത്തി പറഞ്ഞില്ലായിരുന്നു. പിന്നെ മോൻ എന്നോട് പറഞ്ഞത് അപ്പം എല്ലായിടത്തും പറയുക ദോശക്കൊക്കെയാണ്, വെള്ളപ്പത്തിനൊക്കെയാണെന്നുള്ളത്. നെയ്യപ്പത്തിനാണ് ഞാൻ അപ്പം എന്ന് പറയുക. അതാ ഈ പാകത്തിന് ആക്കുക. പിന്നെ ഈ പൊടിയില്ലേ, പൊടിച്ചത് പുട്ടുംപൊടി പരുവത്തിലാട്ടോ. നൈസ് പത്തിൻ്റെ അതേ നൈസായിട്ടല്ല, കുറച്ച് തരി വേണം. ഞാൻ ചൂടാൻ നോക്കട്ടെ. അങ്ങനെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കൊന്ന് ഒഴിച്ച് വെക്കുക. എന്താവും എന്നുള്ളത് നോക്കട്ടെ വിജയിക്കുമോ എന്നുള്ളത്. വാ, സൂപ്പറായിട്ടുണ്ട്. ഇനി തീ കുറക്കണം. ഒന്ന് മറിച്ചിടണം. ഉഷാറ് കൂടിയിട്ട് ഇത് പറയുന്നില്ലതാ. ഉഷാറ് കൂടുതലാ.
അത്രേ വേണ്ടുള്ളൂ, ഇത്ര സമയം വേണ്ടു. ചിലവരെന്താക്കുന്ന അറിയാം, കുറച്ച് വട്ടമുള്ള പാത്രത്തിൽ എണ്ണ ഒഴിച്ച്, അത് നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ കപ്പൻ ചൂടുന്നവർക്ക് നല്ലതാണ്. കാരണം കുറേ എണ്ണ ഒന്നിച്ച ചൂടായി. ഇത് നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ, എണ്ണ ബാക്കിയായിക്കളി അങ്ങനെയൊക്കെയുള്ള പ്രയാസം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോന്നോരോന്നിനും മെനക്കടാ, സ്റ്റൂളിട്ടിരിക്കണം എനിക്ക്. അങ്ങനെ ഒരപ്പം ചുട്ടി കഴിഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി. നിങ്ങളൊക്കെ എന്താ ഫുഡ് ഉണ്ടാക്കിയെന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ പെരുന്നാളാകുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് എല്ലാം കൊണ്ടുവച്ച് അങ്ങനെയൊക്കെയാണ്. പുതിയ ആൾക്കാരെ പരിചയപ്പെടുത്തി തരുന്ന കേട്ടോ. ഇവരാരാന്നറിയോ? ഇവർ നമ്മളെ കേരളത്തിൽ ഉള്ളവരല്ല, തെലുങ്ക് പോസ്റ്റ് ഓഫീസ് ഇൻസ്പെക്ടറാ. ഭർത്താവ് പോസ്റ്റ് മാഷാണല്ലോ, അപ്പോൾ പോസ്റ്റ് ഓഫീസിലെ ഇൻസ്പെക്ടറാണ്. മാനന്തവാടി മെയിൻ പോസ്റ്റ് ഓഫീസിലെ കുറേ പോസ്റ്റ് ഓഫീസ് കൂടിയതിലുള്ള ഒരു ഇൻസ്പെക്ടർ. ഒരു പേര് പറഞ്ഞിടും. നെയിം എന്റെ പേര് മഹേഷ്. നെയിം ശൈലജ. 2 പെൺകുട്ടികളാണുള്ളത്. ഞങ്ങൾക്ക് പെൺകുട്ടികളില്ല, ഇവർക്ക് 2 പെൺകുട്ടികൾ. ലക്കി മേന 4ാം ക്ലാസ് പഠിക്കുന്നത്, 3ാം ക്ലാസ്. പെരുന്നാൾ വീട്ടിൽ വന്നവരായിരുന്നു. അപ്പൊ എന്റെ വീഡിയോയിൽ നിൽക്കാന്ന് പറഞ്ഞു, അങ്ങനെ നിന്നതാ. ഇവർ നാട് കേരളം. മലയാളം അറിയില്ല, ഇംഗ്ലീഷും തെലുങ്കും കുറച്ച് മലയാളം. ഇവിടെ തീരെ മലയാളം അറിയില്ല. പുറത്തിറങ്ങിയില്ലല്ലോ, കോട്ടേഴ്സ് തന്നെ താമസം. മക്കള് പഠിക്കുന്ന സ്ഥലത്ത് ഒരു വിഷയം മലയാളം അല്ലേ. മറ്റന്നാളെ മലയാള പരീക്ഷയാണ്. അപ്പൊ എൻ്റെ കുടുംബം ഒരു ഹായ് പറയാ. എൻ്റെ പരിചയപ്പെടുത്തിയ അതൊക്കെ പഠിച്ചു. എൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞു, കുളിച്ച് മാറ്റി ഫ്രഷായി. ഇതാട്ടോ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ്, വീട്ടിലിടുന്ന ഡ്രസ്സ്. ഇതാ എങ്ങനെയുണ്ട്? അടിപൊളിയാണേ പറയണേ. ഇത് ഞാൻ വാങ്ങിയത് എവിടുന്നാന്നറിയാം, നമ്മളെ യൂട്യൂബ് കുടുംബത്തിലെ ഒരാളെ അടുത്ത് നിന്ന് തന്നെ ഇത് വാങ്ങിയത്. നല്ല കോട്ടണാണ്, വീട്ടിൽ നിന്ന് ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി. XXL, XXL ഒക്കെ ഉണ്ട്, അതിൽപ്പെട്ട ഒന്നാണ് ഇത്. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ എൻ്റെ വിരുന്നുകാരെ കണ്ടില്ലേ, ഇന്ന് പെരുന്നാൾ ഭക്ഷണം കണ്ടില്ലേ, എല്ലാം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു തന്നു കേട്ടോ. ഇനി ഞാൻ എല്ലാം കഴിഞ്ഞ് വാതിൽ കുറ്റിയിട്ടിട്ട് എൻ്റെ കുഞ്ഞുവാവനെ കാണാൻ പോവുക. കുഞ്ഞുവാവ ഇപ്പോൾ അവിടെ കാത്തിക്കുന്നുണ്ടോ, പെരുന്നാളല്ലേ ഇന്ന്. അപ്പോൾ വാവൻ്റെ അടുത്തേക്ക് പോവുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.